പാവം ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര ജീവനായിരുന്നു. ലൈക്ക് എൻ്റെ മകളായിട്ട് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതെല്ലാ രീതിയിൽ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള മനസ്സിലായത് ഞാൻ അവിടെ നിന്ന് എറണാകുളത്തേക്ക് തിരിച്ച് ചാവക്കാട് നിന്ന് വരുന്ന സമയത്ത് എൻ്റെ മാമാമാരുടെ അടുത്ത് ഒരു മനസ്സിൽ നമ്മളോടുള്ള സ്നേഹം ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള. ഞാൻ വിചാരിച്ചിരുന്നു ഇപ്പം എൻ്റെ പേരൻസ് മാത്രം എന്നെ ഇഷ്ടപ്പെടാത്തെന്നൊക്കെ ഒരു പോയിന്റിൽ ചിന്തിച്ചിട്ടുണ്ട്. ലൈക്ക് അത് കിട്ടുന്നില്ല, സ്നേഹം കുറച്ചും കൂടെ കാലം എക്സ്പ്രസ് ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് കൊതിച്ചിരുന്നു. അപ്പം അക്സെപ്റ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസം ആകുമ്പോഴത്തേനും ഇപ്പോൾ പോയി എന്നുള്ള ഒരു വിഷമം. അപ്പോൾ ഇത്രയും സ്നേഹമുള്ളൊരു ബ്രദർ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇത്രയും കാലം നമ്മൾ മാറി നിൽക്കേണ്ടി വന്നു. ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. Q&A ആണ് ഇന്നത്തെ വീഡിയോ. കുറേ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് എന്നറിയാം. ലൈഫ് അപ്ഡേഷനാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈമിൽ ഞാൻ മറ്റേ ക്രൈസിസ് ഒക്കെ സംഭവിച്ച സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോൻ്റെ ശേഷം ഞാനിങ്ങനെ ഒരു ലോങ് വീഡിയോ അങ്ങനെ കാര്യമായിട്ടിട്ടില്ല. മറ്റേ ഇഷ്യൂ സംസാരിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരു ലൈഫ് അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ പേഴ്സണൽ കോണ്ടൻറ്റ്സ് ഒക്കെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യേണ്ടതുണ്ട്. പേഴ്സണൽ ലൈഫിൽ നടന്നിട്ടുള്ള കുറേ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഹേദി സാദിയ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കുറേ മാറ്റങ്ങൾ, കുറേ എന്താ പറയുക, പുതിയ പുതിയ വിശേഷങ്ങൾ ഒക്കെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യേണ്ടതുണ്ട്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുറേ പേര് ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് തന്നെ നമുക്ക് പോയാലോ. അപ്പോൾ ഒരുപാട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ചേച്ചി വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തോ, വീട്ടിൽ തിരിച്ച് പോയോ, പൊന്നാനി പോയ വ്ളോഗ് കണ്ടു, ചാവക്കാട് പോയ വ്ളോഗ് കണ്ടു, എന്താണ് അവസ്ഥ, എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു 10-30 പേര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് കോമൺ ആൻസർ ആണല്ലോ ഇതിനൊക്കെ. അപ്പോൾ അത് കാരണം അത് പോയ ഇത് പറയാം. എനിക്ക് നെറ്റും JRFും കിട്ടിയ ദിവസമാണ്, അതായത് ഇവിടെ കിച്ചുമോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പം അന്ന് നെറ്റും JRFും കിട്ടിയ അന്ന് രാത്രിയിൽ എനിക്ക് ഭയങ്കര സങ്കടം ഉള്ളൊരു ഇൻസിഡൻറ്റ് ജീവിതത്തിലുണ്ടായി. ഒരു ഭയങ്കര വിഷമമുള്ളൊരു അവസ്ഥ. അപ്പോൾ ഭയങ്കരമായിട്ട് വിഷമിച്ചൊരു ദിവസമായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് എൻ്റെ അങ്കിള് നാട്ടിൽ നിന്ന് വിളിക്കുന്നത്, ഉപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഭയങ്കര സർപ്രൈസ്ഡായി. കാരണം ഉപ്പാക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വിളിക്കുന്നു, ഉപ്പാക്ക് എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ടായി. അങ്ങനെ ഉപ്പാനെ പോയി കണ്ടു. ഉപ്പാടെ സിസ്റ്ററിൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരാണ് ശരിക്കും ഉപ്പാക്കൊരു സിസ്റ്ററാണ് ഉള്ളത്. ആ സിസ്റ്ററിൻ്റെ മക്കളെല്ലാവരും കൂടിയിട്ടാണ് ഉപ്പാനെ അവസാനം മരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നതൊക്കെ. അപ്പം കോള് വന്ന് ഞാൻ പോയിട്ട് എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഉപ്പാനെ കാണാൻ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഉപ്പാനെ കാണാൻ പറ്റി. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വന്നപ്പോൾ എൻ്റെ അങ്കിള് വിളിച്ചിട്ട് പറഞ്ഞു. ശരിക്കും ആ അങ്കിളിനോട് എനിക്ക് എത്രമാത്രം നന്ദി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഈ ഒരു ജന്മം നന്ദി പറയാൻ യൂസ് ചെയ്താലും മതിയാവുമെന്ന് അറിയില്ല. കാരണം അത്രയും ഭയങ്കര ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഭയങ്കര ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് ഭയങ്കര നല്ല രീതിയിൽ അക്സെപ്റ്റൻസ് തന്നു. ആൾക്കാരുടെ മുന്നിൽ ചേർത്ത് പിടിച്ചു. ഉപ്പ ആണെങ്കിലും ഞാൻ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഉപ്പ എൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു. ഉപ്പ കുറേ കരഞ്ഞു. അതുവരെ ഉപ്പാക്ക് വയ്യാണ്ടിരിക്കുകയായിരുന്നു. എന്നെ കണ്ട സമയത്ത് ഉപ്പ കിടന്നിരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് ഭയങ്കര ഓട്ടോമാറ്റിക് എനർജി വന്ന് അങ്ങനെ ഞാൻ അവിടെ നിന്ന് വന്നു. നിങ്ങൾ വന്നിട്ട് മാമയുടെ കോള് വരികയാണ്. എഗെയിൻ ഒരു അട്രോസിറ്റി, ഒരു വിഷമത്തിൽ നിൽക്കുന്ന സമയത്താണ് മാമയുടെ കോള് വരുന്നത്, ഉപ്പം മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഭയങ്കര വിഷമമായിരുന്നു. വിഷമം എന്നല്ല, ഭയങ്കര ഷോക്കായി. കാരണം ഉപ്പ അക്സെപ്റ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസം ആകുമ്പോഴത്തേനും ഉപ്പ പോയി എന്നുള്ളൊരു വിഷമം. ഉപ്പാടെ ആ ഒരു മരിച്ചൊരവസ്ഥ, അവസാനമായിട്ട് ഹയാത്തിൽ കാണാൻ ഉള്ള അവസ്ഥ, അത് ലൈക്ക് അത് കിട്ടുന്നില്ല. സ്നേഹം കുറച്ചും കൂടെ കാലം എക്സ്പ്രസ് ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് കൊതിച്ചിരുന്നു. ബിക്കോസ് ഞാൻ ആ സമയത്താണ് മനസ്സിലാക്കുന്നത് എൻ്റെ ഉപ്പ എന്നെ സ്നേഹിച്ചത് വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു എന്നും. എൻ്റെ ഉപ്പാക്ക്
എന്നെ അത്രയും ഇഷ്ടമായിരുന്നു, എന്നെ ഓരോ ദിവസവും ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ. കാരണം എൻ്റെ അമ്മായി സൂറമ്മായി എന്നിട്ടൊരു അമ്മായിയുണ്ട്. അപ്പം അമ്മായിയാണ് ഈ പറഞ്ഞ മാമാമ്മയുടെ അടുത്തും ഫാമിലിയുടെ അടുത്തും അമ്മായിയുടെ മക്കളുടെ അടുത്തൊക്കെ കാര്യങ്ങൾ പറയുന്നത്. അവർ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഉപ്പാടുത്ത് പറയുമ്പോൾ ഉപ്പ അത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നൊരു കാര്യമായിരുന്നു, എന്നെ കാണണം, എന്നെ വിളിക്കണം എന്നുള്ളതൊക്കെ. പക്ഷെ ആ ഒരു അവസ്ഥ അക്സെപ്റ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നഷ്ടപ്പെടുന്നൊരവസ്ഥ, അത് വല്ലാത്തൊരവസ്ഥയാണ്. എനിക്കതിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം. നല്ലൊരു തീരാ നഷ്ടം തന്നെയല്ലേ അവർക്ക്, അവരുടെ പേരൻസിനെ നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ തീരാ നഷ്ടം തന്നെയാണല്ലോ. അപ്പോൾ അത് അങ്ങനെ മരിച്ചതിന് ശേഷം പിന്നെ അഞ്ചങ്ങാടിയിൽ പോയി. അഞ്ചങ്ങാടിയിലാണ് ഉപ്പാടെ വീട്. ചാവക്കാട് അഞ്ചങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. അഞ്ചങ്ങാടി പള്ളിയിലാണ് അടക്കം ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോയ സമയത്ത് ഇമോഷണലി നമ്മൾ വീക്കാണ്. കാലങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് പോവാണ്. എനിക്ക് ഭയങ്കര അത്ഭുതപ്പെടുത്തി ആ നാട്ടിലെ മനുഷ്യന്മാർ, ഈ അഞ്ചങ്ങാടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ മനുഷ്യന്മാർ ഭയങ്കരമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇത്രയും നല്ല മനുഷ്യന്മാരുള്ള സ്ഥലത്തായിരുന്നോ ഞാൻ ജനിച്ചത്, അല്ലെങ്കിൽ ഞാനുള്ളത് എൻ്റെ ആൾക്കാർ എന്നുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് പ്രൗഡായി ഫീൽ ചെയ്തു. കാരണം മരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്, ഇപ്പോഴാണ് മരിച്ചിട്ടുള്ളത്. ഒരാൾ പോലും എൻ്റെ എന്താ പറയുക, ഞാൻ എന്ന വ്യക്തിനെ ഡിസ്റെസ്പെക്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല. എല്ലാവരും ഞാൻ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഈ ഉമ്മമാർക്ക് കുറച്ച് ഇങ്ങനെ ഏജിലൊക്കെ ആയിട്ടുള്ള ഉമ്മമാരൊക്കെ വന്നിട്ട്, സാരല്ല മോളെ, ബോട്ടം മോളെ, പഠിച്ച് റമദാൻ മാസത്തിലെ മരിച്ചപ്പം റമദാൻ മാസത്തിൽ എന്നെ കിട്ടിയില്ലേ, പപ്പാക്ക് സ്വർഗം കിട്ടിയില്ലേ, പപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ ആശ്വസിപ്പിക്കുക, കണ്ടോളൻസസ് അറിയിക്കുക. അപ്പം അത് ഞാൻ അങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും നല്ല മനുഷ്യന്മാരുള്ളൊരു സ്ഥലം, എന്ത് നല്ല ഡീസൻ്റ് ആയിട്ട് ആൾക്കാർ ഓരോരോ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഒരു പരിഹാസമോ കുത്തുവാക്കോ കളിയാക്കലോ ഒന്നുമില്ലായിരുന്നു. ഭയങ്കര ചേർത്ത് പിടിക്കൽ. എൻ്റെ ഉപ്പാടെ ആൾക്കാരാണെങ്കിലും ശരി, എന്നെ ഭയങ്കരമായിട്ട് 100% ഒരു കുട്ടി എന്ന രീതിയിൽ, ഉപ്പാടെ ഒരു മകൾ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് കാണിച്ചിട്ടുള്ള ഒരു കൺസിഡറേഷൻ, കെയറിങ്, ചേർത്ത് പിടിക്കൽ, അതൊക്കെ ഈ ഒരു ജന്മത്തിൽ ഞാൻ അവരോടും ഉപ്പാടെ പെങ്ങളെ മക്കളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും, ഉപ്പാടെ പെങ്ങന്മാർ, കസിൻസ് ആയിട്ടുള്ള പെങ്ങന്മാരുടെ അടുത്തും, ഉപ്പാടെ ഫാമിലിയുള്ളവർക്കും നാട്ടുകാരുടെ അടുത്തും ഒക്കെ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം അത്രയും നല്ല മനുഷ്യന്മാരെ എനിക്ക് ആ ഒരു സന്ദർഭത്തിൽ കാണാൻ പറ്റി. ലൈക്ക് ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. കാരണം ആ ഒരു അവസ്ഥയൊക്കെ ഇപ്പം അങ്ങനെ റീതിങ്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ. അപ്പം ഓരോരുത്തർ വന്ന് സംസാരിക്കുമ്പോൾ ഇപ്പം ഉപ്പാടെ 7 നടത്തി, അതിന് കൂടാൻ പറ്റി, 40 നടത്തി, ദിക്ർ നടത്തി, ഇതിനൊക്കെ എന്നെ ഒരു മകൾ എന്ന രീതിയിൽ എല്ലാവരും പങ്കെടുക്കുന്നത് പോലെ തന്നെ ഞാനും എന്നെയും നല്ല രീതിയിൽ ചേർത്ത് പിടിച്ച് അവർ കൂടെ നിർത്തിയിട്ടുണ്ട്. എൻ്റെ അവകാശത്തെ അവർ നല്ല രീതിയിൽ എനിക്ക് നീതി പുലർത്തി തന്നിട്ടുണ്ട്. പിന്നെ ആ നാട്ടിൽ പോകുമ്പോൾ, അവിടെ പോകുമ്പോൾ എല്ലായിടത്തും ഇനി ഉപ്പ മരിച്ചതേ ഉള്ളൂ, ഫാമിലി ഉണ്ട് കൂടെ, നമ്മളൊക്കെ ഉണ്ട്, ഒന്നുകൊണ്ട് വിഷമിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല വാക്ക്, നല്ല മനുഷ്യത്വമുള്ളൊരു വാക്ക്, അത് എനിക്ക് ഉപ്പാടെ ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബ്രദറ് എന്നെ കാണാൻ വേണ്ടി വന്നു. ബ്രദർ കാണാൻ വന്നിട്ട് എൻ്റെ അടുത്ത്, ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പം ബ്രദർ വന്ന് അപ്പാനെ എന്താ പറയുക, മറ ചെയ്തതിനു ശേഷം പള്ളിയിൽ നിന്ന് പിരിഞ്ഞിട്ട് മാമയുടെ വീട്ടിൽ വന്ന്, എന്നിട്ട് ബ്രദർ വന്ന് കെട്ടിപ്പിടിച്ച് കുറേ കാര്യമൊക്കെ ചെയ്ത്, ഞങ്ങൾ സിബ്ലിങ്സ് ബ്ലഡ് തിക്കർ ദാൻ വാട്ടർ എന്നല്ല പറയാം. അപ്പം എൻ്റെ ബ്രദറിന് എന്നോടുള്ളൊരു ഇഷ്ടം, എന്നോടുള്ളൊരു സ്നേഹം. അപ്പോൾ എൻ്റെ ബ്രദർ എപ്പോഴും കോൺടാക്റ്റിൽ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും, സംസാരിക്കും, എന്ത് കാര്യത്തിനും എന്നെ അത്രയും ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ദയൊക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ ബ്രദർ ഫോൺ വിളിച്ച പാടെ, എന്താ മോളെ ഭക്ഷണം കഴിച്ചോ, സുഖമാണോ, മോളെ ഉറങ്ങുകയാണോ, എന്താ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുക. അപ്പോൾ ഇത്രയും സ്നേഹമുള്ളൊരു ബ്രദർ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇത്രയും കാലം നമ്മൾ മാറി നിൽക്കേണ്ടി വന്നു എന്നുള്ളതൊക്കെ അങ്ങനെ ഭയങ്കര ഒരു ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ പോക്ക് നോക്കണേ. സൊസൈറ്റി കുറേ മാറാനുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ തിരിച്ച് അഞ്ചങ്ങാടി വന്നപ്പോൾ ഒരാൾ പോലും എൻ്റെ അടുത്ത് മുഖം കറുപ്പിച്ചിട്ടില്ല, ഒരാൾ പോലും എന്നെ അനാവശ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, എന്നെ ഭയങ്കരമായിട്ട് പരിഗണിച്ചിട്ടേ ഉള്ളൂ. അത് കാരണം എനിക്ക് ആ നാടിനോടുള്ളൊരു ഇഷ്ടമാണോ, പിന്നെ എൻ്റെ ഉപ്പ അന്തി ഉറങ്ങുന്നൊരു സ്ഥലമാണ്, അതിനോടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ആണോ എൻ്റെ ആൾക്കാർ എന്ന് പറയുമ്പോൾ, ഉപ്പാടെ ആൾക്കാരൊക്കെ അവിടെ ഉള്ളതുകൊണ്ടാണോ എനിക്കറിയില്ല, എനിക്കെന്തോ ഭയങ്കര ഒരു പ്രത്യേക ഒരു സ്ഥാനം മനസ്സിലുണ്ട്.
അപ്പോൾ ആ നാട്ടിൽ എസ്പെഷ്യലി എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നുണ്ട്. അഞ്ചങ്ങാടിയിലുള്ള ഭയങ്കര ഡീസൻ്റ് ആയിട്ട് അവർ കാര്യങ്ങൾ ഡീൽ ചെയ്യുക, ഭയങ്കര മര്യാദയോട് കൂടിയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. എനിവേസ് ഓക്കെ, അടുത്തത് കല്യാണം. അപ്പോൾ ബ്രദറിൻ്റെ കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്താണ് ബ്രദറിൻ്റെ കല്യാണം ഓൾറെഡി ഉപ്പ ഉണ്ടായിരുന്ന സമയത്ത് ഉപ്പ ഹയാത്തിലുള്ളപ്പം മരിക്കുന്നതിന് കുറച്ച് മുന്നേ പെട്ടെന്ന് വയ്യാണ്ടായിട്ട് മരിക്കുക ചെയ്തത്. അപ്പോൾ മരിക്കുന്നതിന് കുറച്ച് മുന്നേ ഉപ്പൊക്കെ പോയിട്ട് ഉറപ്പിച്ചിട്ട് വന്ന ഒരു കല്യാണമായിരുന്നു. അപ്പോൾ പെൺവീട്ടുകാർ കല്യാണത്തിന് ഓഡിറ്റോറിയമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ വീട്ടിലെല്ലാ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. നമ്മളെ വീട്ടിൽ വളരെ ചെറിയ പ്രോഗ്രാമായിട്ട് ഉപ്പാടെ 40 കഴിഞ്ഞ് കുറച്ച് 50 ദിവസമായപ്പോഴത്തേനും നമ്മൾ നിക്കാഹ് ചെയ്തു. അപ്പോൾ നിക്കാഹിന് എൻ്റെ ബ്രദർ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ തമ്മിൽ സംസാരവും കാര്യങ്ങളൊക്കെ ആയി. എൻ്റെ ബ്രദറിന് ഉള്ളൊരാശ്വാസം ഞാനാണ്, എനിക്കുള്ളൊരാശ്വാസം എൻ്റെ ബ്രദറാണ്. അങ്ങനെ ഞങ്ങൾ സംസാരിക്കും ഈ ബ്രദറിൻ്റെ. അങ്ങനെ അപ്പം ഇതാക്കുന്ന സമയത്ത് പൊന്നാനിയിലേക്ക് ആണ് ഇത്. അപ്പോൾ പൊന്നാനിൽ ഞാൻ പോയില്ലല്ലോ പിന്നെ. അപ്പോൾ പൊന്നാനിൽ പോകുന്നത് ബ്രദറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഫാസിൽക്ക. അപ്പം ഫാസിൽക്കയും വൈഫും ബാബിയും കൂടിയിട്ട് നമ്മൾ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത് എന്തായാലും വരണം, ഇക്കാണെങ്കിലും ബാബി ആണെങ്കിലും വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ബ്രദറിനാണെങ്കിൽ ഞാൻ കൂടണം, വരണം, നിക്കാഹിന് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ അടുത്ത് സമ്മതം വാങ്ങിയിട്ട് വേണം പോകണം എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകണോ വേണ്ടേ എങ്ങനെയാണെന്നല്ല. ഉപ്പാടെ ആൾക്കാരെ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്, പക്ഷെ ഉമ്മയുടെ ഫാമിലി മെമ്പേഴ്സിനായിട്ട് എങ്ങനെയാണെന്നുള്ള എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ബ്രദർ വാശി പുറത്ത് പറഞ്ഞു. ബ്രദറും എൻ്റെ കസിൻസ് ഉണ്ട് കേട്ടോ, കുറച്ച് പേര് നന്നായിട്ട് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് എന്തായാലും വന്നേ പറ്റൂ, വരണം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഉമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് വായുതാൻറ്റി, അപ്പോൾ പുള്ളിക്കാരിയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാക്കു പറഞ്ഞ് നിക്കാഹ് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് കട്ടിങ് പോലത്തെ ഒരു സെറിമണി ഉണ്ട്, അതിന് ഞാൻ വന്നാൽ മാത്രമേ കേക്ക് കട്ട് ചെയ്യുള്ളൂ, ഞാൻ ഉണ്ടെങ്കിൽ മാത്രമേ കേക്ക് കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഇച്ചിരി ഒരുങ്ങി ഇങ്ങനെ ലേറ്റായി ടൈം എടുത്തിട്ട് ലേറ്റ് ആവായിരുന്നു. അപ്പോൾ പറഞ്ഞു പറ്റില്ല, ഞാൻ എപ്പോൾ റെഡി ആയിട്ട് വരുന്നു അപ്പോഴേ കേക്ക് കട്ട് ചെയ്യുള്ളൂ എന്നുള്ള സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ കയറി ചെന്നു, ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്തു, സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ പാടൻ എൻ്റെ മൂത്തമ്മമാർ, അപ്പോൾ ഞങ്ങൾക്ക് ഉമ്മയുടെ ജ്യേഷ്ഠത്തിമാരൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ ഉമ്മയുടെ ജ്യേഷ്ഠത്തിമാരൊക്കെ വന്ന് എപ്പോൾ വന്ന മോളെ ഞാൻ കണ്ടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു മൂത്തമ്മ. പിന്നെ ഉമ്മയുടെ 2 ജ്യേഷ്ഠത്തിമാർ നല്ല സ്നേഹത്തിൽ സംസാരിച്ച്. പിന്നെ എനിക്ക് ഉമ്മയുടെ കസിനായിട്ടുള്ള ഒരു ആൻറ്റി ഉണ്ട്, അവൾ വസീറലി കൂടല്ലൂർ എന്ന് പറഞ്ഞിട്ട് റൈറ്ററാണ് ആളുടെ വൈഫ്. അപ്പം ആ ആൻറ്റി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എടി നിനക്ക് ഞങ്ങളൊക്കെ അറിയോ, എന്താടി വിശേഷം എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അക്നോളജ്മെൻറ്റ് തോന്നി. കാരണം ആ ആൻറ്റി എല്ലാവരുടെ അടുത്തും ഭയങ്കര അങ്ങനെ കസിൻസ് ആയിട്ടുള്ള ചേച്ചിമാരുടെ അടുത്തൊക്കെ അങ്ങനെയാണ് സംസാരിക്കുക, എന്താടി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അക്നോളജ്മെൻറ്റ് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് സംസാരിച്ചു. വീട്ടിലെ ആൻറ്റീസും അങ്കിളുടെ വൈഫ്മാരും എൻ്റെ മാമയും ഒക്കെ ഉണ്ടായിരുന്നു. ഉമ്മയുടെ ജ്യേഷ്ഠ മൂത്ത ആങ്ങളെയൊക്കെ ഉണ്ടായിരുന്നു. മൂത്താങ്ങള എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പറഞ്ഞു എന്തായാലും മോളെ നീ നന്നാവും, നെറ്റും ചേർഫും കിട്ടിയതൊക്കെ അറിഞ്ഞു, എന്തായാലും മോളെ നീ ലൈഫിൽ നന്നാവും, നല്ലൊരു നിലയിലെത്തും, ഉയരങ്ങളിലെത്തും എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഫാമിലിയിൽ നിന്നുള്ളൊരു അക്സെപ്റ്റൻസ് ജീവിതത്തിൽ ഞാൻ കിട്ടുമെന്ന് വിചാരിച്ചില്ല. ബിക്കോസ് എനിക്ക് നെറ്റും ചേർഫും കിട്ടിയിട്ട് ഫസ്റ്റ് കൊടുക്കുന്ന ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്കിനി നൊബേൽ പ്രൈസ് കിട്ടിക്കഴിഞ്ഞെന്നാലും എനിക്ക് തോന്നുന്നില്ല എൻ്റെ വീട്ടിൽ എനിക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ടാവുമെന്ന്. കാരണം അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞെന്നുള്ളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ഉപ്പ നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞെന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഈവൻ ഉപ്പാടൊക്കെ വിഷമം കാരണം അവർ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവരുടെ മനസ്സിൽ നമ്മളോടുള്ള സ്നേഹം ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള. ഞാൻ വിചാരിച്ചിരുന്നത് എന്താ ഇപ്പം എൻ്റെ പേരൻസ് മാത്രം എന്നെ ഇഷ്ടപ്പെടാത്തെന്നൊക്കെ ഒരു പോയിന്റിൽ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അല്ല, എൻ്റെ ഉപ്പാക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നൂലേ എന്നുള്ളത് ഞാൻ അവസാന സമയത്താണ് മനസ്സിലാക്കുന്നത്. കാരണം എടാ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അവരെ മക്കളാണ്, അവർക്ക് നമ്മളെ തള്ളിക്കളഞ്ഞിട്ടൊരു ജീവിതം ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജന്മം നൽകിയ എനിക്കതാണ് എൻ്റെ ഉപ്പ. എന്തായാലും ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ വീട്ടിലെ അക്സെപ്റ്റ് ചെയ്യാണ്ടിരുന്നു എനിക്ക് ഉപ്പാക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്ക് മയ്യത്ത് കാണാനൊക്കെ പോകാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസ്ഥയാണ് നമ്മൾക്ക്. എനിക്കെന്തായാലും ഞാൻ എൻ്റെ പേരിൽ
ഇത്രയും കാലം ഞാൻ ഹെയ്തി സാദിയ എന്നുള്ളതിന് പേര് ഉപ്പാടെ പേര് ആഡ് ചെയ്യാനിരുന്നത് അവർക്ക് ഇനി ഒരു വിഷമം വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു എൻ്റെ ഉപ്പ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഭയങ്കര എന്നെക്കുറിച്ച് ആലോചിച്ച് പ്രൗഡായിരിക്കും. ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര ജീവനായിരുന്നു. ലൈക്ക് എൻ്റെ മകളായിട്ട് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതെല്ലാ രീതിയിൽ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള മനസ്സിലായത് ഞാൻ അവിടെ നിന്ന് എറണാകുളത്തേക്ക് തിരിച്ച് ചാവക്കാട് നിന്ന് വരുന്ന സമയത്ത് എൻ്റെ മാമാമാരെടുത്ത്, അത് ഞാൻ പറഞ്ഞല്ലോ ഉപ്പാടെ പെങ്ങളുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാൻ്റെ ജീവനാണ്. അതുപോലെ ആ സ്നേഹം എൻ്റെ അടുത്തും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ അവരെടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെ എത്തിയെന്നൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കൂ, മോളെവിടെ എത്തിയെന്ന് വിളിച്ച് ചോദിച്ചു നോക്കൂ. എൻ്റെ മാമാരൊക്കെ എന്ത് ഡീസൻ്റ് ആയിട്ടാണ് എന്നെ അക്സെപ്റ്റ്. ഇതിന് ശേഷം എൻ്റെ അടുത്തുള്ള അപ്രോച്ച് എന്നറിയോ, കാരണം നമ്മളിപ്പം രാത്രിയിലൊക്കെ യാത്ര ചെയ്യുന്ന ലേറ്റ് നൈറ്റായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിലൊക്കെ അവരതിനെക്കുറിച്ച് കൺസേൺ ആവുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഞാനെന്ന വ്യക്തിയെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പക്ഷെ ലൈഫിൽ ഒരു ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇത് പിന്നീടാണല്ലോ. ഇത് കുറച്ചും കൂടെ മുന്നേ ആയിരുന്നെങ്കിൽ ഇത് നന്നായിട്ട് ലൈഫ് ലീഡ് ചെയ്യായിരുന്നു, ആ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു, ആ സ്നേഹം അനുഭവിക്കായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ, ഒരു റിയാലിറ്റി. അങ്ങനെ ഇനി എന്തായാലും ഫാമിലിക്ക് വേണ്ടി ജീവിക്കണം. എനിക്ക് എൻ്റെ ബ്രദറുണ്ട്, എൻ്റെ വീട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, എൻ്റെ ആൾക്കാരുണ്ട്. ഉമ്മ ഇപ്പം ഉപ്പില്ല, ഉമ്മാക്ക് ഞങ്ങൾ 2 മക്കൾ തന്നെ ഉള്ളൂ. അപ്പോൾ ഉമ്മാക്ക് വേണ്ടി ജീവിക്കണം, ഉമ്മനെ നോക്കണം, ഉമ്മയുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ലൈക്ക് ഉപ്പ ഇല്ലാത്തതിൻ്റെ കുറവ് ഇനി ഇത്രയും കാലം ഉപ്പ ഉണ്ടായിരുന്നു, ഉപ്പ നന്നായി നോക്കിയിരുന്നു. അപ്പോൾ ഉപ്പില്ലാത്തതിൻ്റെ കുറവെങ്കിൽ ഉമ്മാനെ അറിയിക്കാതെ 2 മക്കൾ നോക്കണം എന്നുള്ള ഒരു ഡിസിഷനിലാണ് ഞാനും എൻ്റെ ബ്രദറും ഉള്ളത്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇപ്പം മരിച്ചതിന് ശേഷം ഉപ്പ മരിച്ചതിന് ശേഷം 2 മാസമായിട്ട് കാര്യങ്ങൾ ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ അങ്ങനെ തന്നെയാണെന്നോ ചെയ്യുന്നതൊക്കെ. അപ്പം ഇങ്ങനെയാണ്, ഇത്രയാണ് അവസ്ഥ. നമ്മൾ മനുഷ്യന്മാരാണോ, നമുക്ക് ഫീലിങ്സ് ഒക്കെ ഉണ്ട്. ഒറ്റപ്പെടലും മാറ്റി നിർത്തലും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കുന്നതിന് ഒരു പോയിന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പം ദാറ്റ് ഇസ് ദാറ്റ്, അത്ര തന്നെ ഉള്ളൂ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ഞാനൊന്ന് 2 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ പറയാം. Next question, following your relationship experience, do you still think your expectations are realistic, or do you now believe you have to lower down and change your expectations? Do you think you are very naive and unable to access people correctly? അതൊരു ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒരു സത്യസന്ധമായ കാര്യമായിരിക്കും. റിലേഷൻഷിപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് കുറേ വന്നിട്ടുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സ്റ്റേറ്റസ്, ഇപ്പം അപ്ഡേഷനൊന്നും ഇല്ല, ഞാൻ പബ്ലിക് ആക്കിയിട്ടുമില്ലായിരുന്നു. ഒരു റിലേഷൻഷിപ്പിൽ പോയിട്ടുള്ളതൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. പിന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, MG യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഇഷ്യൂ ഡീറ്റെയിൽ ആയിട്ട് പറയുമോ, എന്താണ് അവിടുത്തെ അവസ്ഥ, അപ്ഡേഷൻസ് ഒക്കെയാണ്. അവസ്ഥ, ഞാനിപ്പം എനിക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ബിലോങ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ അടങ്ങുന്ന, അല്ലെങ്കിൽ ഞാൻ അംഗമായിട്ടുള്ള SFI എന്ന് പറയുന്ന സംഘടനയും കോളേജിലെ വിദ്യാർത്ഥി യൂണിയനും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിലെ ട്രാൻസ്ജെൻഡർ സെല്ലും ട്രാൻസ്ജെൻഡർ സ്റ്റേറ്റ് ജസ്റ്റിസ് ബോർഡും ഒക്കെ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ടുണ്ട്. എനിക്ക് അവർ നീതി അഷ്വർ ചെയ്യുന്നുണ്ട്. എനിക്കവിടെ പഠിക്കാനുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യവും ചെയ്തു തരുന്നുണ്ട്. ആൻഡ് അവിടുത്തെ HOD, ഞാൻ പഠിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ HOD എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. എൻ്റെ ഉമ്മാനായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഉപ്പ മരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, ഹേതി എനിക്കിപ്പോൾ വരാൻ പറ്റാത്ത സാഹചര്യമാണ്, എൻ്റെ ഉമ്മാടെ അടുത്ത് ഒരു പറയുക വിഷമം പറയൂ, ലൈക്ക് വിഷമത്തിൽ പങ്കുചേരുന്നു എന്നുള്ളത് പറയൂ എന്ന് പറഞ്ഞിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ, പക്ഷേ ലൈക്ക് എന്നെ അവിടുത്തെ പിന്നെ എൻ്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി, അതുപോലെ തന്നെ എൻ്റെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾ, സഖാക്കന്മാർ, സിബിൻ സഖാവും എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സ്, നാടകത്തിലെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ടുണ്ട്, ഹോസ്റ്റലിലെ ഫ്രണ്ട്സ് എല്ലാവരും, സ്വീറ്റ് മമ്മി കുറേ പേര് അന്ന ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു.
ഈ വിഷമത്തിൽ പങ്കുചേരുന്നത് അറിയിക്കാൻ വേണ്ടി, ലൈക്ക് കണ്ടോളൻസ് അറിയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എൻ്റെ ക്ലാസ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്നോടെന്തോ ഭയങ്കര ലൈക്ക് അവർക്കൊരു ഇഷ്ടക്കുറവ് പോലെ, എൻ്റെ അടുത്തൊരു താല്പര്യക്കുറവൊക്കെ പോലെ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ എത്ര 17 വയസ്സ് കഴിഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക പോകുന്നു, അവിടെ ചെന്ന് രണ്ടാമത്തെ PG ആണ്. അപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, MA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, പിന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക് ജേർണലിസം ഉണ്ട്, പിന്നെ UGC നെറ്റ് ക്വാളിഫൈഡ് ആണ് വിത്ത് JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ വേണമെങ്കിൽ ഡയറക്റ്റ് PhDക്ക് പോവാം, എവിടെ വേണമെങ്കിലും പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു കോഴ്സ് ഞാൻ ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് ജോയിൻ ചെയ്തതാണ്. എൻ്റെ സെക്കൻഡ് PG ആണ്, രണ്ടാമത്തെ PG. ഇത് എനിക്ക് പ്രാക്ടിക്കൽ എൻ്റെ എന്താ പറയുക പ്രാക്ടിക്കൽ ലൈഫിൽ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന കോഴ്സാണെന്നുള്ള എക്സ്പെക്റ്റേഷനിൽ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കവിടെ പഠിച്ച് തീർക്കണം എന്ന് അധികം ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമുക്ക് വെക്കേഷൻ പീരീഡാണ്. എനിക്കറിയില്ല ഞാൻ പഠിക്കുന്നത് അവിടെ ഉള്ളവർക്ക് ഇഷ്ടമാണോ എന്നുള്ളതെന്ന് അറിയില്ല, കുട്ടികൾക്കൊക്കെ കംഫർട്ടബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അത് കംഫർട്ടബിൾ അല്ല വെച്ചാൽ ഞാൻ എന്തായാലും ഇനി കണ്ടിന്യൂ ചെയ്യില്ല, അത് ഉറപ്പിച്ച കാര്യമാണ്. എന്തിനാ വരുന്നത് നമ്മൾ ഹേറ്റഡ് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് ഇത്രയും വെറുക്കുന്ന ഞാനെന്ന വ്യക്തിയെ അത് നശിച്ച് നാറാണക്കളെടുത്ത് പോകണം കണ്ട ഇഷ്ടമുള്ള കൊതിക്കുന്ന ഒരിടം, അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തിയെ ഇത്രയും വെറുക്കുന്ന, ഞാനെന്ന വ്യക്തിനെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ പിന്നെ വീണ്ടും പോയി എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് കളയണം, എൻ്റെ മെൻ്റൽ ഹെൽത്ത് കളയണം എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ അനദർ സൈഡിൽ നോക്കുകയാണെങ്കിൽ സോഫാർ ഞാൻ അവിടെ നിന്ന് അച്ചീവ് ചെയ്തിട്ടുള്ളത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ബെസ്റ്റ് ആക്ട്രസ് ആണെങ്കിലും ശരി, കലോത്സവത്തിലെ പ്രൈസസ് ആണെങ്കിലും ശരി, പിന്നെ നെറ്റും JRF ആണെങ്കിലും ശരി. എനിക്ക് തോന്നുന്നു എൻ്റെ ക്ലാസ്സിൽ ആർക്കും നെറ്റും JRF കിട്ടിയിട്ടില്ല. ഒരു കുട്ടിക്ക് എന്തോ വേറെ മുന്നെപ്പോഴോ ഒരു നെറ്റ് കിട്ടിയിട്ടുണ്ട്, വേറെ ആർക്കും നെറ്റും JRF ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം അതാണെങ്കിലും ഞാനിങ്ങനെ ഭയങ്കര ആഗ്രഹത്തിൻ്റെ പുറത്തല്ല, നമ്മൾ കഴിവില്ലാഞ്ഞിട്ട് നമ്മൾ ഇറക്കൊന്നുമല്ലല്ലോ, നമുക്ക് കഴിവുണ്ട്, അത് നമ്മുടെ അവകാശം കൂടിയാണല്ലോ. അവിടെ അങ്ങനെയുള്ള സ്പേസിൽ നിൽക്കുക, ജീവിക്കുക, സർവൈവ് ചെയ്യുക, അവിടെ ആ ഇടം എൻ്റേതും കൂടിയാണ് എന്നുള്ളത് പറയില്ല. നോക്കട്ടെ, വെക്കേഷൻ കഴിഞ്ഞ് പോയി കഴിഞ്ഞെന്നാൽ ആർക്കെങ്കിലൊക്കെ അവിടെ ചോദിക്കുക, ഞാൻ ഓരോരുത്തർക്കും സംസാരിച്ചിട്ട് കുട്ടികളുടെ അടുത്തൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. പിന്നെ എനിക്ക് കണ്ടന്റ് ദാരിദ്ര്യം കൊണ്ടാണ് ഞാൻ മുന്നേ വീഡിയോസൊക്കെ ഇട്ടെന്നുള്ള ഒരു രീതിയിലൊക്കെ അവിടെ സംസാരങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്നവരുടെ അടുത്തൊക്കെ അങ്ങനെ മാലയം ചെയ്യുന്നു എൻ്റെ ക്യാരക്ടറിനെയും. അതുപോലെ തന്നെ ഞാൻ പലരും, ആരൊക്കെയാണെന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല, അവിടെ നിന്ന് ഇപ്പോൾ പോയവരൊക്കെ ആയിട്ടുള്ള പലരും അങ്ങനെ എൻ്റെ പേഴ്സണൽ ഇതിൽ വരുന്ന, ഇപ്പം ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും പലരും ആക്ടിവിസ്റ്റ് ആയിട്ടുള്ളവരൊക്കെയാണ്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയിട്ട് സംസാരിക്കുന്ന ഇത് ഭയങ്കര പ്രശ്നക്കാരിയാണ്, ഇമോഷണലി ഭയങ്കര അങ്ങനെയാണ്. പിന്നെന്താ പിന്നെന്താ ഇത് ഭയങ്കര പഠിക്കാനൊക്കെ ഓക്കെയാണ്, പക്ഷേ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഹൈപ്പർ സെൻസിറ്റീവ്, എന്തൊരു വാക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു, അങ്ങനെ ഭയങ്കര സെൻസിറ്റീവ് ആണെന്നുള്ള രീതിയിൽ. ഞാൻ ഭയങ്കര ഇമോഷണൽ സെൻസിറ്റീവാണ്, കാര്യങ്ങളൊക്കെ ഭയങ്കര സെൻസിറ്റീവായിട്ട് എടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ റിയാക്ട് ചെയ്യുന്ന ഭയങ്കര സെൻസിറ്റീവായിട്ടാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അങ്ങനെ പറഞ്ഞു. എന്നെക്കുറിച്ച് ഭയങ്കര പ്രശ്നമായിട്ടാണ് പറയുന്നത്. അപ്പം എല്ലായിടത്തും എന്നെക്കുറിച്ച് ഭയങ്കര പ്രശ്നമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എൻ്റെ ഭാഗം സംസാരിക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം എനിക്കറിയാം ഇവരൊക്കെ ഈ ഒരു ആംഗിളിലാവും സംസാരിക്കുക എന്നുള്ളത്. എന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഈ ഒരു ആംഗിളിൽ എന്നെ സംസാരിക്കുന്നുണ്ടാവുക. പക്ഷെ എൻ്റെ ആഗ്രഹം ഈ കോഴ്സ് അവിടെ വേണം, അത് പഠിക്കാൻ ഒത്തിരി പേര് വരണം, എന്നിട്ട് ഈ സൊസൈറ്റിക്ക് ഒരു വലിയ മെസ്സേജ് കൊടുക്കണം, ഒരുപാട് ഇടങ്ങളിൽ ആൾക്കാർ പോയി സംസാരിക്കണം, ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റണം, പെർസ്പെക്റ്റീവിനെ മാറ്റി ഫെമിനിസം എന്നൊരു കോൺസെപ്റ്റിനെ, അല്ലെ ഫെമിനിസം എന്നൊരു മൂവ്മെൻറ്റിനെ തന്നെ നമ്മൾ എല്ലായിടത്തും നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യണം. ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ നന്നായിട്ട് പോയി ഇൻവോൾവ് ചെയ്ത് അഡ്വക്കസി ഫീൽഡിലൊക്കെ നന്നായിട്ട് എല്ലാവർക്കും ആക്റ്റീവായി ഇവോൾവ് ആവാൻ പറ്റണം എന്നൊക്കെയുള്ള ആഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. ഞാൻ തന്നെ അത് കണ്ടിന്യൂ എനിക്ക് തന്നെ അത് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നുള്ളത് പോലും ഇപ്പോൾ ഒരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് എന്നും നിലനിൽക്കുന്നുണ്ട്. പിന്നെയുള്ള ചോദ്യം, പബ്ലിക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, JRFനും നെറ്റിനും വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന്. JRFനും നെറ്റിന് ഞാൻ ഭയങ്കര പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നെറ്റിൻ്റെ എക്സാം വരുന്നത് ജാനുവരിയിൽ. അപ്പോൾ എനിക്ക് എങ്ങനെയായിരുന്നു വെച്ചാൽ
ഞാൻ ഭയങ്കര ഈ പറഞ്ഞ ഭയങ്കര എക്സ്ട്രീം പ്രഷർ, എക്സ്ട്രീം ഐസൊലേഷൻ, ഏലിയനേഷൻ ഒക്കെ നേരിടുന്ന സമയത്താണ് ഇതിങ്ങനെ പ്രശ്നങ്ങൾ നേരിടുന്നത്. അപ്പം ഞാനൊരു ദിവസത്തിൽ എങ്ങനെയൊക്കെ പോയാലും ഫോണിൽ യൂട്യൂബ് ചാനലാണെങ്കിലും കുറച്ച് PDF-ലാണെങ്കിലും നോക്കിയിട്ട് ഒരു ദിവസത്തിൽ എങ്ങനെ പോലും ഒരു മണിക്കൂർ ഞാൻ എഫേർട്ട് എടുത്തിട്ട് ഞാനതിന് നോക്കുമായിരുന്നു, ഉറക്കം ഒഴിച്ചിട്ട്. എനിക്ക് ഉറക്കം കിട്ടില്ല, എനിക്ക് ആ സമയത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ കാരണം ഉറക്കം കിട്ടാണ്ടായിരുന്നു. അപ്പോൾ ഉറക്കം കിട്ടാത്ത സമയം ഞാൻ യൂട്ടിലൈസ് ചെയ്തിരുന്ന ഉറക്കം വരാൻ വേണ്ടിയിട്ട് ഞാൻ UGCയുടെ ഒരു ഗൈഡ് മേടിച്ചു. പക്ഷേ ഗൈഡ് ഞാൻ അധികം ഭയങ്കരമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. പക്ഷെ അല്ലാണ്ട് ഫോണിൽ സ്ക്രീൻ ടൈം ഒന്നും കുറക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഉറക്കം കിട്ടാതിരുന്ന എന്താ ചെയ്യുക, പ്രൊഡക്റ്റീവ് ആക്കാന്ന് വെച്ചിട്ട് ഞാൻ വെറുതെ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടിരുന്ന് പഠിച്ചതായിരുന്നു. പക്ഷെ എന്നിട്ട് ഉറക്കമൊന്നും അന്ന് അങ്ങനെ പ്രോപ്പറായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും JRF കിട്ടി. അപ്പം എനിക്ക് തന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരു ദിവസത്തിലൊരു ഇപ്പോൾ എക്സാം വരുന്നതിൻ്റെ ഒരു മാസം മുന്നേ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ വെച്ചിട്ട് മാറ്റിവെച്ച് പഠിച്ചാൽ കിട്ടാവുന്നതേ, ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത്. ഇഫ് എനിക്കത് പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റിക്കൂടാ? ട്രൈ ഇറ്റ്. ഓക്കെ, അടുത്തത് ഞാൻ കരഞ്ഞ് നിലവിളിച്ചിട്ട് എൻ്റെ മൂക്കൊക്കെ അടഞ്ഞു. അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ. അയ്യോ, അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ലേ. വീഡിയോ ട്രൂത്ത് 8771 വീഡിയോയിൽ ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റി ആണെന്നൊക്കെ തോന്നും, ബട്ട് നേരിട്ട് കാണുമ്പോൾ ജാടയിടും. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എൻ്റെ പൊന്നു സുഹൃത്തെ, ഞാൻ എപ്പോഴാണ് നിങ്ങൾ നേരിട്ട് കണ്ടതെന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണുമ്പോൾ ഞാൻ എന്ത് ജാടയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ അങ്ങോട്ട് സംസാരിക്കാറുണ്ട്. എൻ്റെ അടുത്ത് ഇങ്ങനെ എന്നെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി എന്ന് വെച്ചിട്ട് എനിക്ക് അറിയണമെന്നില്ല അവരെന്നെ ഏത് രീതിയിലാണ് നോക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തിരിച്ചിരിക്കും, അത്രയേ ഉള്ളൂ. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് ഞാൻ നല്ല രീതിയിൽ അങ്ങോട്ട് സംസാരിക്കും. അല്ലാത്ത എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഈ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരാം. ഞാൻ വന്നിട്ട് അതിന് മാത്രം ആൾ ഞാൻ അങ്ങനെ കണ്ട് തലേദിവസം നടക്കാൻ മാത്രം ആരും ആയിട്ടില്ല. ബട്ട് ഇങ്ങനൊരു റൂമർ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് അതിനുള്ളൊരു ബദൽ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നത്തെ ക്വസ്റ്റ്യൻ ഒക്കെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിലേഷൻഷിപ്പ് എന്തായി? ബ്രേക്കപ്പ് ആയോ? അതോ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണോ? ആരാണ് പാർട്ട്ണർ? എന്താണ്, എങ്ങനെയാണ് എന്നുള്ള അപ്ഡേഷനൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ റിലേഷൻഷിപ്സിൽ ഫസ്റ്റത്തെ റിലേഷൻഷിപ്പ് എല്ലാവർക്കും അറിയാം, ഞാൻ പബ്ലിക് ആക്കിയ റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ അവനായിട്ട് ബ്രേക്കപ്പ് ആയതിനു ശേഷം നീ അവൻ്റെ അടുത്ത് കോമ്പൻസേഷനൊക്കെ മേടിച്ചില്ലേ, ലക്ഷങ്ങൾ കോമ്പൻസേഷനൊക്കെ മേടിച്ചില്ലേ എന്നൊക്കെ അങ്ങനെ കുറേ കമൻസൊക്കെ വന്നിരുന്നു. ഞാൻ ഒരു രൂപ പോലും, ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സോടെ ഇറങ്ങി വന്നതായിരുന്നു ആ വീട്ടിൽ നിന്ന്. ഞാൻ എൻ്റെ ഒരു സാധനവും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം വെരി റീസെൻ്റ്ലി ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ കുറച്ച് ഡ്രസ്സ് അവൻ എനിക്ക് പറഞ്ഞ പോലെ കൊണ്ടു തരുന്നത്. അതിലും കുറേ ഡ്രസ്സുകളൊക്കെ ഒന്നും ഇല്ല അതിൽ, ഞാൻ ഉദ്ദേശിച്ച ഡ്രസ്സുകളൊന്നും അതിലില്ല. അപ്പം പിന്നെ അതൊക്കെ ഇപ്പം എനിക്ക് ഫിറ്റ് ആവുന്നതും അല്ല. അപ്പോൾ എനിക്ക് ഒന്നും എടുക്കാതെ, ഒന്നും ഇല്ലാതെ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട് എനിക്ക് പ്രത്യേകിച്ചൊരു ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഞാൻ കൊടുത്ത പൈസ പോലും ഞാൻ മേടിച്ചിട്ടില്ല. ഞാൻ പറയുന്ന അവസ്ഥ ഭയങ്കര ഒരു ഗതികെട്ട അവസ്ഥയാണ്. കാരണം ലൈക്ക് എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, നീ എടുത്തു എന്നുള്ള കമൻ്റൊക്കെ പറയുന്ന ആൾക്കാർ പറയുമ്പോൾ ഒന്ന് അതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ പറയണം. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, മോളെ നിനക്ക് കൊടുത്തൊക്കെ തന്നില്ലേ എന്നൊക്കെ. അപ്പം നമ്മൾ അവരുടെ സിറ്റുവേഷൻ കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തതാണ്. അല്ലെങ്കിൽ ഞാൻ ഇത് സ്വതൊക്കെ കൊടുത്തത് എന്നുള്ള രീതിയിൽ നമ്മളിപ്പം അങ്ങനെയല്ല. അപ്പം നമ്മൾ സിറ്റുവേഷൻ കണ്ടിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് തിരിച്ച് ഞാൻ ഇതേവരെ ചോദിച്ചിട്ടില്ല, എനിക്ക് തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയൂല. കാരണം ഞാൻ ഒരു സിറ്റുവേഷനെ അറിഞ്ഞിട്ട് ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ടാണ്. അപ്പം എനിക്കത് ഞാൻ പിന്നെ തിരിച്ച് ചോദിക്കുന്ന സ്വഭാവം എനിക്കില്ല. അത് കല്ലി നമുക്ക് ഇപ്പം അത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് അതുപോലൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ആരോഗ്യം പഠിച്ചാൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റും. അപ്പോൾ ലൈക്ക് ഞാൻ കൊടുത്തതുപോലെ ഇങ്ങനെ കോമ്പൻസേഷൻ ലക്ഷങ്ങളൊക്കെ വാങ്ങിയെന്നൊക്കെ പരത്തുമ്പോൾ നിങ്ങളത് അതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് വേണം പരത്താൻ. അല്ലാണ്ട് നമ്മുടെ ലൈഫ് ഞാൻ എൻ്റെ ലൈഫായിട്ട് ലീഡ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നീട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അതൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഡൗൺ ആവും. കാരണം എഫേർട്ട് നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എഫേർട്ട് എടുത്തിട്ടുള്ള ഒരിത് നമ്മൾ കൊടുത്തത് അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക്
അതുപോലും വാങ്ങാൻ ഞാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഞാനങ്ങനെ പോയി കോമ്പൻസേഷനൊക്കെ വാങ്ങുക, എനിക്കറിയില്ല. പിന്നെ എനിക്ക് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത് ഉള്ളൂ. അതിനപ്പുറത്തേക്കൊരു ഒരു സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിച്ചിരിക്കുക എന്നുള്ളതിലും അപ്പുറത്തേക്കൊരു പ്രയോറിറ്റി എനിക്കില്ലായിരുന്നു. അപ്പോൾ അതത്രയേ ഉള്ളൂ. അപ്പോൾ ആ റിലേഷൻഷിപ്പ് കഴിഞ്ഞ് അതിനുശേഷം വന്ന റിലേഷൻഷിപ്പ് ഒന്നും എനിക്ക് വർക്കായില്ല, സക്സസ് ആയില്ല. ദാറ്റ് ഡസൻ മീൻ എന്നെ കുറേ പേര് ബ്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ ഒരു റിലേഷൻഷിപ്പിന് പറ്റിയ മെറ്റീരിയൽ അല്ല എന്ന്. ബട്ട് ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് എനിക്ക് എൻ്റെ കപ്പ് ഓഫ് ടീയെ കിട്ടിയാൽ, എനിക്ക് എൻ്റെ എന്താ പറയുക, ഞാൻ എന്നെ കംപ്ലീറ്റ്ലി എന്താ പറയുക കൺസിഡർ ചെയ്യുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ലൈഫ് പാർട്ട്ണർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ഫിറ്റ് ആകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു പേഴ്സണെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ ലൈഫിൽ എന്നുള്ളതാണ് മറ്റൊരു റിയാലിറ്റി. അപ്പം സിംഗിളായിരിക്കുക എന്നുള്ളത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. സിംഗിളായിരിക്കുമ്പോൾ നേടാൻ പറ്റുന്നതൊക്കെ നേടിയിട്ടുള്ള അത്രയും ഒരു അച്ചീവ്മെൻ്റ് ഒന്നും ഞാൻ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ അത്രക്ക് അങ്ങോട്ട് നേടിയിട്ടില്ല. അപ്പം സിംഗിൾ ആയിരിക്കുന്നത് ഇങ്ങനെ പോട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പം ഞാനുള്ളത്. റിലേഷൻഷിപ്പിലൊക്കെ ഇനി ആകുന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഫാമിലി അക്സെപ്റ്റ് ചെയ്ത സ്ഥിതിക്ക് എനിക്ക് എൻ്റെ ഫാമിലിനെയും കൂടെ കൺസിഡർ ചെയ്യണം, അവർക്കും കൂടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കണം എന്നുണ്ട്. പിന്നെ എനിക്ക് 100% എനിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. അതാണ് മെയിൻ. ഇല്ലെങ്കിൽ ഇല്ല, വേണ്ട എന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ലൈക്ക് നമ്മൾ ഒരു സന്തോഷത്തിലിരിക്കുക എന്നുള്ളതാണല്ലോ മെയിൻ. ഒരു റിലേഷൻഷിപ്പ് വേണം എന്ന് വിചാരിച്ചിട്ട് അൺഹാപ്പി ആയിട്ടുള്ളൊരു സ്പേസിൽ സമാധാനമില്ലാതെ നിൽക്കുന്നതിലും ഭേദം നമുക്ക് കംഫർട്ടബിൾ അല്ലാത്തയിടത്ത്, നോ പറയുന്നിടത്ത്, നമുക്ക് നമ്മുടെ മനസ്സിന് നോ പറയുന്നിടത്ത്, നമുക്ക് ഓക്കെ അല്ലാത്തയിടത്ത് നമ്മൾ മറ്റുള്ള സൊസൈറ്റി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പേടിച്ചിട്ട് നിൽക്കുന്നത് അത്ര ഫെയർ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളൊരു ബോധ്യം ഉള്ളത് കൊണ്ടും ഞാനൊരു റിലേഷൻഷിപ്പ് മെറ്റീരിയൽ അല്ല. ചിലപ്പോൾ മേ ബി ആ വ്യക്തികൾക്കോ അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന പെർസ്പെക്റ്റീവിലോ ഞാനൊരു പക്ഷെ ആവണമെന്നില്ല. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ സ്വപ്നം കാണുന്ന, ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ട ഒരു റിലേഷൻഷിപ്പ് മെറ്റീരിയൽ തന്നെയാണ് 100%. മേ ബി ഞാൻ ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഞാൻ അത്ര മോശം വ്യക്തിയൊന്നുമല്ല. ഞാൻ റിലേഷൻഷിപ്പിലുള്ളപ്പോൾ ഞാൻ ആ വ്യക്തിനെ തീരെ കൺസിഡർ ചെയ്യാണ്ടിരിക്കുകയൊന്നുമില്ല. ലൈക്ക് അവർ ഞാൻ ഗ്രോ ചെയ്യുന്നതിനൊപ്പം അവരും ഗ്രോ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളാണ്. അതിനുവേണ്ടി ഞാൻ എഫേർട്ട് ഇടുന്ന ഒരാളാണ്. അപ്പം ആ എൻ്റെ എഫേർട്ടിനെ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. ആ രീതിയിൽ തന്നെ ആയിരിക്കണം ആ വ്യക്തികളുടെ പെരുമാറ്റം എന്നോട് തിരിച്ചും എന്നുള്ള ഒരു കാര്യമാണ് എനിക്കുള്ളത്. സോ കറൻ്റ്ലി ഐ ആം സിംഗിൾ. എനിക്ക് ഇതിനപ്പുറത്തേക്കൊന്നും എനിക്ക് പറയാനില്ല. സോ എന്തായാലും ലൈഫിൽ ഇങ്ങനെ വന്നു പോകുന്ന ആൾക്കാരുണ്ടാകുമല്ലോ, റൊമാൻറ്റിക് സ്പേസിൽ വന്നു പോകുന്ന പുരുഷന്മാർ, അവരൊക്കെ ഇങ്ങനെ വന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്കായിട്ടൊരു എന്നെ ഇമ്പ്രസ് ചെയ്യുന്ന ദിസ് ഇസ് മൈ സോൾമേറ്റ്, ഇതാണ് എൻ്റെ ജീവിതത്തിൽ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് എന്നൊക്കെ തോന്നുന്ന ഒരു ആളെ എനിക്കിതുവരെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫ്യൂച്ചറിൽ പറ്റട്ടെ എന്നാഗ്രഹിക്കുന്നു. അങ്ങനെ വല്ലതൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാപ്പി ഇൻ എ വേ. ആ ഒരു അവസ്ഥയിൽ റിലേഷൻഷിപ്പ് എന്നുള്ളൊരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഹാപ്പി ആയിരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. പിന്നെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെൻ്റെ ഫാമിലീനെ പ്രയോറിറ്റൈസ് ചെയ്യണം. എനിക്കെൻ്റെ ഫാമിലീനെ, ഉമ്മാൻ്റെ നോക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്, ബ്രദറിൻ്റെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഉപ്പ ഇല്ലാത്ത ഒരു ശൂന്യമായ അവസ്ഥ. അപ്പം അതിൽ എൻ്റെ ബ്രദർ ഈ അടുത്ത് എനിക്കിങ്ങനെ ബ്രദറിൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെ ഫേഷ്യൽ ചെയ്തിട്ട് കഴിഞ്ഞ ശേഷം ഫോട്ടോ അയച്ചു തന്നെ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് എൻ്റെ ഫാദറിനെ പോലെ തോന്നി. അപ്പം ഞാൻ പറഞ്ഞു വാപ്പാനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മോൾക്ക് ഇനി അങ്ങോട്ടേക്ക് വാപ്പ ഞാൻ തന്നെയാണെന്ന് എൻ്റെ ബ്രദർ പറഞ്ഞത്. അപ്പം എനിക്ക് എൻ്റെ ഫാമിലീനെ എനിക്ക് പ്രയോറിറ്റൈസ് ചെയ്യണം. ഫാമിലിയിൽ ഓക്കെ ആവുന്ന ഒരാളെ മാത്രമേ ഞാൻ എൻ്റെ ലൈഫിൽ പാർട്ട്ണറായിട്ട് എടുക്കുള്ളൂ. ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു മൈൻഡാണ്. എനിക്ക് സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പറ്റിയേ പറ്റൂ. എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ടേക്ക് കെയർ ചെയ്യണം. മറ്റൊരാളുടെയും കൂടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ മറ്റൊരാളുടെയും കൂടെ നിലവിൽ എനിക്ക് പറ്റില്ല. അപ്പം അത്രയേ ഉള്ളൂ.
ആർക്കും ഹേർട്ട് ആവുമൊന്നും വേണ്ട. ഞാൻ എൻ്റെ ലൈഫിൻ്റെ പെർസ്പെക്റ്റീവ് ആംഗിളും ഞാൻ പറയുക ചെയ്തത്. അല്ലാണ്ട് ആരെയും കുറിച്ച് ഞാൻ നെഗറ്റീവ് ഒന്നും പറയുന്നില്ല ഇവിടെ. നെഗറ്റീവ് പറയാനും ഇല്ല. ഒരു കാര്യം വർക്കൗട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ വർക്കൗട്ട് ആവാത്ത തന്നെയാണ്. അതിലിപ്പോൾ ഒരു ആംഗിളിൽ രണ്ട് പേർക്കും ശരിയാവാത്തതുകൊണ്ടാണല്ലോ ഇത് നല്ലപോലെ പോവാത്തത്, അവിടെ വെച്ച് നിർത്തുന്നത്. അപ്പം രണ്ട് പേർക്കും അത് പറ്റാത്ത പരിപാടിയാണ്. രണ്ടുപേർക്കും രണ്ടുപേര് ചേർന്നിട്ടുള്ളത് പറ്റില്ല. വേറെ ആൾക്കാരായിട്ടാണെങ്കിൽ മേ ബി പറ്റും. അപ്പം വർക്കാവുന്നത് ഹാപ്പി ആയിട്ട് നിൽക്കുക എന്നുള്ളതേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. എനിക്കാണെങ്കിലും എനിക്ക് വന്നു പോയിട്ടുള്ള പാർട്ട്നേഴ്സ് ആരൊക്കെയാ വെച്ചാൽ അവർക്കാണെങ്കിലും. അപ്പം അത്രയൊക്കെ തന്നെയാണ് Q&A. നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാം. വേറെ എന്താ, ഇത്ര തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയേണ്ട അപ്ഡേഷൻ. പിന്നെ എനിക്ക് കുറേ പേരുടെ നന്ദി പറയാനുണ്ട്. കാരണം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറേ ഉമ്മമാർ, ഇപ്പോൾ മുന്താസ് മമ്മയാണെങ്കിലും ശരി, റഹൻ ആൻറ്റി ആണെങ്കിലും ശരി, ഒരുപാട് പേര്, ഹബീബ് ആൻറ്റി ആണെങ്കിലും ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ കുറേ പേര് ഉമ്മമാരുടെ ഒരു പരിഗണന എനിക്ക് തന്നിട്ടുണ്ട്. അതായത് ഉമ്മമാർ തന്നെ പരിഗണന എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദി. നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തിയതിന്, നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഒക്കെ ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ കൂട്ടത്തിലെ എന്നെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലെ നിങ്ങളുടെ വീട്ടിലെ ഒരാളെന്ന രീതിയിൽ പരിഗണിച്ച് ചേർത്ത് പിടിച്ച് ഇതുവരെ തന്ന സപ്പോർട്ടും ഒക്കെ തുടർന്ന് വേണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നു. എന്തായാലും ലൈഫ് നന്നായി മുന്നോട്ട് എനിക്കും നിങ്ങൾക്കും പോട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് നമുക്കിനി കാണാം.